പാലക്കാട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലാഴ്ത്തി UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ റോഡ് ഷോ. രാവിലെ 8:30 ഒലവക്കോട് ജൈനിമേഡിൽ നിന്നാരംഭിച്ച റോഡ് ഷോ കൽപ്പാത്തി ശേഖരീപുരം, കൊപ്പം സുൽത്താൻപേട്ട സ്റ്റേഡിയം, യാക്കര പുതുപ്പള്ളിത്തെരുവ് വെണ്ണക്കര, മേഴ്സി കോളേജ്, മേപ്പറമ്പ് മേലാമുറിയിലൂടെ ടൗൺ സ്റ്റാൻഡിലെത്തി സമാപിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രവർത്തകർ ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ വാദ്യഘോഷങ്ങളുമായി ആവേശം തീർത്താണ് പാലക്കാട് നഗരത്തിൽ പര്യടനം നടത്തിയത്. തുറന്ന വാഹനത്തിൽ വോട്ടർമാർക്കെല്ലാം അഭിവാദ്യം ചെയ്താണ് പര്യടനം കടന്നുപോയത്. സ്ഥാനാർത്ഥിയെ കാണാൻ വഴിനീളെ ആളുകൾ കാത്തുനിൽക്കുകയായിരുന്നു. തുടർന്ന് വൈകിട്ട് പിരായിരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും റോഡ് ഷോ സംഘടിപ്പിച്ചു. വൈകിട്ട് 4 മണിയോടെ പിരായിരി പഞ്ചായത്തിലെ മാപ്പിളക്കാടിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ കണ്ണാടി പഞ്ചായത്തിലെ കണ്ണനൂരിൽ സമാപിച്ചു. 3 പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി പര്യടനം കാണാൻ വീടിന്റെ മുൻവശങ്ങളിലും റോഡരികിലും ആളുകൾ കാത്തുനിന്നു. UDF നേതാക്കളും യുവജന സംഘടനാ പ്രവർത്തകരും റോഡ് ഷോയിൽ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാട് നമുക്ക് നൽകിയ പിന്തുണയാണ്. ഈ നാടിന്റെ വികസനത്തിൽ, ജനങ്ങളുടെ ക്ഷേമത്തിൽ ഇടപെടാൻ സ്നേഹപൂർവമായി നമ്മളെ അനുവദിച്ച ഈ നാട്ടുകാരെ നമ്മൾ വീണ്ടും സമീപിക്കുകയാണ്, സമ്മതിദായകരെ കാണുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റുകളെ ഭരണത്തിൽ നിന്നും ഇറക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായുള്ള മുന്നേറ്റമാണ് കേരളത്തിലും പൊതുവെ പാലക്കാട് നടക്കുന്നത്. നമുക്കും ഇന്ത്യ സഖ്യം രാജ്യത്ത് അധികാരത്തിൽ വരണം. കേരളത്തിൽ UDF ശക്തമായി മുന്നോട്ട് വരണം. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും BJPയുടെയും ഈ ജനവിരുദ്ധ ഭരണത്തിനെതിരായുള്ള വലിയ പ്രതിഷേധം ജനങ്ങളിൽ ആഞ്ഞടിക്കുക നാം ഇപ്പോൾ കണ്ടതാണ്. നമുക്ക് ഓരോ ഇടങ്ങളിലും നൽകിയ സ്വീകരണം, ആവേശകരമായ ജനങ്ങളുടെ ആ സ്വീകരണം നമ്മൾ ഏറ്റുവാങ്ങിയതാണ്. അപ്പം അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഇനിയുള്ള നാളുകളിൽ നമ്മൾ എല്ലാവരും തയ്യാറാകണം. അക്ഷരാർത്ഥത്തിൽ ഇത്രയും 42 ഡിഗ്രി സെൽഷ്യസ് ചൂടിലും ഈ പ്രചരണ ജാഥ പാലക്കാട്ടെ 1ാമത്തെ പ്രചരണ ജാഥയാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് UTV ന്യൂസ്, പാലക്കാട്.